വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ജെ. ഇന്ന് മുതൽ ഞാൻ പുതിയൊരു ടൈപ്പ് ഓഫ് ഡോൾ മേക്കിങ്ങിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഇന്ന് മുതൽ എന്ന് പറഞ്ഞാൽ ഇനി എന്നും അങ്ങനത്തെ ഡോളല്ല കേട്ടോ ചെയ്യണത്. പക്ഷേ ഇന്ന് തൊട്ട് നമ്മൾ ക്ലോത്ത് വെച്ചിട്ടാണ് ഡോൾ ചെയ്യാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ഒരുപാട് ക്ലോത്ത്സ് ഇതുപോലെ പഴയ ക്ലോത്ത്സൊക്കെ വേസ്റ്റ് ആയിട്ടുണ്ട്. കുറച്ച് കളക്ട് ചെയ്തതും അതുപോലെ പഴയ നമ്മുടെ ഉടുപ്പിൻ്റെയൊക്കെ തുണിയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് ക്ലോത്ത് ഡോൾ എന്നുള്ളൊരു ഐഡിയ വന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്ലോത്ത്, ഉളൻ ത്രെഡ്, കുറച്ച് കോട്ടൺ സ്ട്രിങ് ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് സ്കിൻ കളർ ക്ലോത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് പഴയ ഒരു സെറ്റ് മുണ്ടിൻ്റെ വേസ്റ്റ് ക്ലോത്ത് എടുത്തിട്ട് അതിനെ നമുക്കന്ന് കളർ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കിൻ കളർ മിക്സിങ്ങിൽ കണ്ടിട്ടുള്ളത് പോലെ ക്രിംസൺ, യെല്ലോ, വൈറ്റ്, പിന്നെ കുറച്ച് പോൺസിയന്ന, പിന്നെ ബ്ലൂ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്കിൻ കളർ പോലെ നമുക്കൊന്ന് കലക്കിയെടുക്കണം. വെള്ളത്തിൽ നോർമൽ വാട്ടർ എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ കോട്ടൺ ക്ലോത്തിനെ ഇതിലേക്ക് മുക്കിയെടുക്കുക. ഡൈ ഒന്നും ആവശ്യമില്ല, ഇതന്നെ ധാരാളമാണ്. കോട്ടൺ ക്ലോത്ത് അല്ലേ, പഴയ ക്ലോത്തുമാണ്. അപ്പോൾ അതിന് ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു കോട്ടൺ സ്ട്രിങ് മുക്കിയെടുക്കുക. ഇത് നമ്മൾ അണ്ടർ സ്കേർട്ടിലൊക്കെ ഇടുന്ന ആ ഒരു നാടയാണ് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുക്കുക. ഇങ്ങനെ ഒരു കളറ് നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്കതിൽ ആദ്യം ചെയ്യേണ്ടത് ഡോളിൻ്റെ ഫേസാണ്. ഇത് ഞാൻ ത്രെഡ് ഡോളൊക്കെ കണ്ടിട്ട് കുറച്ചൊന്ന് ഇൻസ്പയർ ആയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പം കംപ്ലീറ്റ്ലി എൻ്റെ ഒരു പെട്ടെന്ന് തന്നെ മനസ്സിൽ തോന്നിയ ഫുൾ ഐഡിയ എൻ്റെ ആണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഞാൻ എവിടേക്കോ കണ്ട പല ക്ലോത്ത് ഡോളിൻ്റെയും പല ത്രെഡ് ഡോളിൻ്റെയും ഒക്കെ ഒരു ഇൻസ്പിറേഷനിൽ നിന്ന് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തതാണിത്. പക്ഷേ ഇതൊരു എൻറ്റയർലി വേറൊരാളുടെ ഐഡിയയും ഇല്ല, എന്നാൽ എൻറ്റയർലി കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഐഡിയയും ഇല്ല. ഇൻസ്പിറേഷൻ വിത്ത് ക്രിയേറ്റിവിറ്റിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് പറയാൻ എന്നെ ഒരുപാട് സ്വാധീനിച്ച എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഞാൻ നന്ദി പറയുന്നു. കാരണം അവരെ ഓരോരുത്തരുടെ പേരെടുത്ത് പറയാമെന്ന് എനിക്കറിയില്ല. ഞാൻ എവിടേക്കോ എപ്പോഴൊക്കെയോ കണ്ടിട്ടുള്ള കുറേ ഐഡിയാസ് എൻ്റെ മനസ്സിലേക്ക് ചേർത്തിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഫേസിന് വേണ്ടിയിട്ട് ഇതുപോലെ വട്ടത്തിൽ നമ്മൾ ഈ ഒരു ക്ലോത്ത് മുറിച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് സാധാരണ കോട്ടൺ ഇതുപോലെ നിറച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. സാധാരണ നമ്മൾ സോഫ്റ്റ് ടോയ്സ് ചെയ്യുമ്പോൾ അതിൽ സിന്തറ്റിക് ഫൈബേഴ്സാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ടെഡി ബെയറൊക്കെ അതിൻ്റെ ഒക്കെ ഉള്ളിൽ വെക്കുന്നത്, നമ്മുടെ തലേണയുടെ ഉള്ളിലൊക്കെ വെക്കുന്നത്. പക്ഷേ ഞാനിവിടെ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് സാധാരണ സർജിക്കൽ കോട്ടൺ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മളൊരു ഫേസ് വരച്ചെടുക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷോർട്ട് വേർഷനിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ലോങ് വെർഷനും കൂടി ഇടാം. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാവുമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ അതിൽ ഞാൻ പല ഡീറ്റെയിൽസും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലോങ് വെർഷൻ ഇടാൻ വിചാരിച്ചു. ഇങ്ങനെ ഫേസ് നമ്മൾ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ വരച്ചെടുക്കുകയാണ്. അങ്ങനെ അത് കംപ്ലീറ്റ് ആക്കിയിട്ട് നന്നായിട്ട് ഉണങ്ങാൻ വയ്ക്കുക. പിന്നെ കുറച്ച് ബ്ലഷ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സോഫ്റ്റ് പേസ്റ്റൽസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫേസ് ഒന്ന് ശരിയായപ്പോഴത്തേക്കും ഞാൻ ഹെയറിന് വേണ്ടിയിട്ട് വുളൻ ത്രെഡ് ഇതുപോലെ ഒന്ന് പിരിച്ചെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അവസാനം നമ്മൾ ഹെയർ വെക്കുന്നത് അതിന് മുമ്പ് ഇതുപോലെ ഒന്ന് പിരിച്ചെടുത്ത് വെക്കാം. കുറേ സ്ട്രാൻഡ്സ് ആയിട്ട് ഇതുപോലെ വെച്ചിരുന്നാൽ മതി. അതിനുശേഷം നമുക്ക് നേരിട്ട് ഡ്രസ്സിൻ്റെ പോർഷനാണ് ചെയ്യുന്നത്. ഈ ഒരു ഡോളിൻ്റെ പ്രത്യേകത നമ്മൾ ബോഡി ഒന്നും ഇതിൽ ചെയ്യണില്ല. ഡ്രസ്സിൻ്റെ ആ ഒരു തന്നെ വെച്ചിട്ടാണ് ഒരു അപ്പർ ബോഡിയുടെ പോർഷൻ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കൈകളും കാലുകളും മാത്രമാണ് വെക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡ്രസ്സ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് എൻ്റെ കസിൻ്റെ പഴയ മിഡി സ്കേർട്ടിൻ്റെ ഒരു പീസാണ്. അപ്പം ഓൾ ക്രെഡിറ്റ്സ് ആൻഡ് താങ്ക്സ് ടു ഹെർ. കാരണം എൻ്റെ കയ്യിൽ പെട്ടെന്ന് തണിഞ്ഞത് ഇതാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ഡോൾ മേക്കിങ്ങിന് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള വളരെ പഴകിയ ക്ലോത്ത്സ് വെച്ചിട്ടാണ്. പുതിയതായിട്ട് കിട്ടിയിട്ടുള്ള വേസ്റ്റ് ക്ലോത്ത് ഒന്നും അല്ല, ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. ട്രഷേഴ്സ് ഫ്രം ഓൾഡ് സ്യൂട്ട് കേസ് എന്ന് ഞാൻ പറയും. അങ്ങനെ കിട്ടിയ കുറച്ച് ക്ലോത്ത്സ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊരു വുളൻ ത്രെഡ് വെച്ചിട്ട് ആ ഡ്രസ്സിൻ്റെ പോർഷൻ ഇങ്ങനെ ചുരുക്കി എടുത്തില്ലേ, അതൊന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം അത് നമ്മളെ ഹെഡുമായിട്ട് ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുകയാണ്, പുറകിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇനി അതിന് ശേഷം നമുക്ക് കൈകളും കാലുകളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മുടെ കോട്ടൺ സ്ട്രിങ് എടുത്തിട്ട് പകുതിയാക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുഴുവനായിട്ട് വെച്ച് അതിങ്ങനെ പരന്നിരിക്കും. അല്ലെങ്കിൽ ഉരുണ്ട സ്ട്രിങ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഇങ്ങനെ മടക്കി വയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാനിത് ഉണ്ടാക്കി വന്നപ്പോൾ കൈക്ക് ഇച്ചിരി വണ്ണം കുറഞ്ഞ പോലെയൊക്കെ തോന്നും. കാരണം എൻ്റെ കയ്യിൽ ഇത്രയ്ക്കുള്ള ഒരു കോട്ടൺ സ്ട്രിങ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട്. എന്നിട്ട് അറ്റത്ത് ഇതുപോലെ രണ്ട് കെട്ടിട്ട് കൊടുക്കുക. ഈ ഒരു മെത്തേഡ് നമ്മൾ സ്ട്രിങ് ഡോൾസ്, അതുപോലെ കോൺ ഹസ്ക് ഡോൾസ്, അതുപോലെ പേപ്പർ ഡോൾസ്, പലതരത്തിലുള്ള രീതിയിലുള്ള ത്രെഡ് ഡോൾസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ ഇതൊരു പുതിയൊരു ഐഡിയ അല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ ഇൻസ്പയർ ആയിട്ട് ഞാനത് ആ ഒരു എലമെൻറ്റ് ഇതിനകത്തേക്ക്
ഭാഗത്തേക്ക് എടുത്താണ്. ഇനി അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ആ ഒരു കൈ വെച്ചതിൻ്റെ താഴെയായിട്ട് നമുക്ക് കുറച്ച് കോട്ടൺ വെച്ചിട്ട് അവിടെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. അങ്ങനെ ചെയ്യണമെന്നില്ല, പക്ഷെ ഞാനിവിടെ അത് ചെയ്യുന്നുണ്ട്. അതെൻ്റെ ഒരു എലമെൻ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഈ ഒരു ത്രെഡ് വെച്ചിട്ട് അവിടെ ഒന്ന് സെക്യൂർ ചെയ്ത് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ അതവിടെ ഇരുന്നോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല, അത് ഇളകി പോകുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ സൈഡിൽ നമുക്ക് വേണമെങ്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്യാം, അത് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. അതങ്ങനെ തന്നെ ഇരുന്നോളൂ, അത് കവർ ചെയ്തിട്ട് ഇരുന്നോളും. എന്നിട്ട് ഇതുപോലെ ആ ഒരു ത്രെഡ് വെച്ചിട്ട് തന്നെ ഒരു 3-4 ചുറ്റ് ഇതുപോലെ എടുത്തിട്ട് നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം. ആൻഡ് ഇപ്പോൾ നമുക്ക് അത്രയും ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാലുകളും കൂടി ഇതുപോലെ വെച്ച് കൊടുക്കാം. അതേ മെത്തേഡിൽ തന്നെ 2 സ്ട്രിങ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കാലുകൾ പോലെ എത്ര നീളം വേണോ അത്രയും നീളത്തിൽ നമുക്കിതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ അതും റെഡിയായി. ഇപ്പോൾ ഒരു ബോഡി പോലെ തോന്നണില്ലേ ഡോളിൻ്റെ. ഇനി നമുക്ക് ആ ഡ്രസ്സിൽ കുറച്ച് ലേസസ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഇതൊക്കെ കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതും ഞാൻ എൻ്റെ ഒരു ഐഡിയക്കാണ് ചെയ്യണത്. ഈ ഒരു ലേസും ഒരു പഴയൊരു ക്ലോത്തിൽ നിന്ന് മുറിച്ചെടുത്താണ്, ഒരു ഡ്രസ്സിൽ നിന്ന് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. കാണുമ്പോഴേ അറിയാമല്ലോ അത് കുറച്ച് ഡള്ളായിട്ടുള്ള ഒരു ലേസാണെന്ന്. അപ്പോൾ ഈ ഒരു ഡോളിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ളി വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. ഇതിനകത്ത് വുളൻ ത്രെഡ് അതുപോലെ ഈ ഒരു കോട്ടൺ സ്ട്രിങ് മാത്രമാണ് നമ്മളല്ലാതെ പഴയതല്ലാതെ കുറച്ച് പുതിയതായിട്ടുള്ളത് എടുത്തിട്ടുള്ളൂ. ഇനി വുളൻ ത്രെഡ് വെച്ചിട്ട് നമ്മൾ നേരത്തെ പിരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഹെയറിൻ്റെ പോർഷനും കൂടെ റെഡിയാക്കാം. അത് നമ്മൾ ബ്ലാക്ക് ത്രെഡ് വെച്ചിട്ട് നടുക്കൊന്ന് ഇതുപോലെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ്, കെട്ടി കൊടുക്കുകയാണ്. അങ്ങനെ ഒരു 2-3 ഈ ഒരു പോർഷൻസ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഹെയറിന് വേണ്ടിയിട്ട്. എന്നിട്ട് അത് നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഗ്ലൂ വെച്ചിട്ട്, ഞാനിവിടെ ഫെവിക്കോൾ ഓൾ ഫിക്സ് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്, അത് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്ന ക്ലേ ഡോൾസിൻ്റെ ഒന്നുമുള്ള അത്രയും ഡിഫിക്കൽട്ടി ഒന്നുമില്ല, ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ബാച്ച് ഒട്ടിച്ചതിന് ശേഷം പുറകിൽ വേറെ 1-2 ബാച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോഴേ ഇവിടെ നിന്നോളും, കാരണം അടിയിൽ നമ്മൾ ക്ലോത്ത് തന്നെയാണല്ലോ വെച്ചിട്ടുള്ളത്, അതുകൊണ്ട്. പിന്നെ നിങ്ങൾക്ക് ഹെയറിന് എത്ര നീളം വേണോ അത്രയും നീളം വെക്കാവുന്നതാണ്. ഞാനിവിടെ ലോങ് ഹെയർ തന്നെയാണ് വെക്കുന്നത്. പിന്നെ എനിക്ക് തോന്നി ഷോർട്ട് ഹെയർ വെച്ചാൽ മതിയായിരുന്നു എന്ന്. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ എങ്ങനെയാണെന്ന്. നമ്മൾ ഇനി ചെയ്യുമ്പം വെറൈറ്റി ഹെയർസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ചൊരു ബ്രെയ്ഡ് ചെയ്തിട്ട് കുറച്ച് ഹെയർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിന്നി കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല, അഴിച്ചിട്ടാലും മതി, നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഒരു കാര്യം, ഞാനിത് ഷോർട്ട് വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്തും ചെവി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് എനിക്ക് ചെവിയും കൂടെ വെച്ച് കൊടുക്കണം എന്ന് തോന്നിയത്. ഞാൻ വിചാരിച്ചു ആ ഒരു പോർഷൻ കവർ ചെയ്തിരുന്നോളും എന്ന്. പക്ഷേ എനിക്ക് പിന്നെ ചെവി ഒന്ന് വെച്ച് കൊടുത്താൽ കൊള്ളാമെന്ന് തോന്നിയിട്ട് പിന്നീട് ഞാനൊരു കുട്ടി ക്ലോത്ത് പീസ്, നമ്മൾ സ്കിൻ ഉണ്ടാക്കാൻ ഉപയോഗിച്ച അതേ ക്ലോത്ത് വെച്ചിട്ട് 2 പീസ് കട്ട് ചെയ്തിട്ട് ചെവിയും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. 2 കുട്ടി കമ്മലും കൂടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിൽ ആവശ്യത്തിനുള്ള എന്തെല്ലാം ഡീറ്റെയിൽസ് ഉണ്ടോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. ഹെയറിൽ 2-3 കുട്ടി ഫ്ലവേഴ്സ് പോലെയും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഡോളായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. കാരണം ഏതൊരു ആർട്ട് ഫോമും ഫസ്റ്റ് ട്രൈ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒത്തിരി ഡിഫിക്കൽട്ടീസ് പോരായ്മയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതന്നെ ഇതിലുണ്ട്. ഒരുപാട് പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും അല്ല. പിന്നെ ഐ ട്രൈഡ് മൈ ലെവൽ ബെസ്റ്റ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. ചൂസ്.